23-ാമത്തെ ജാതി ആയിട്ടുള്ള നിത്യസമജാതി എന്ന് ചിന്തിക്കുന്നു. നിത്യസമജാതി അതിന്റെ ലക്ഷണസൂത്രം നിത്യമനിത്യഭാവാത് അനിത്യേ നിത്യത്വപത്തേർ നിത്യസമ. നിത്യം അനിത്യഭാവാത്, നിത്യം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, അനിത്യഭാവാത് അനിത്യമായിരിക്കുന്നതുകൊണ്ട്, എപ്പോഴും അനിത്യമായിരിക്കയാൽ, നിത്യം അനിത്യഭാവാത് എപ്പോഴും അനിത്യമായിരിക്കുന്നതുകൊണ്ട്, അനിത്യേ നിത്യത്വപത്തേ അനിത്യത്തിൽ നിത്യത്വം വരുന്നതിൽ നിന്ന്, എപ്പോഴും അനിത്യമാണ് എന്ന് പറയുമ്പോൾ അവിടെ അനിത്യം നിത്യമാണ് എന്നാണല്ലോ വരുന്നത്. അങ്ങനെ അനിത്യത്തിൽ നിത്യത്വം വരുന്നതിൽ നിന്ന് നിത്യസമജാതി ഉദ്ഭവിക്കുന്നു. എൻ്റെ താല്പര്യം ഇതാണ്. അനിത്യമാണ് ശബ്ദം എന്ന പ്രതിജ്ഞ. ആ നിത്യത്വം ശബ്ദത്തിൽ നിത്യമോ അനിത്യമോ, വാദി ഉന്നയിക്കുന്ന അനിത്യത്വം ശബ്ദത്തിൽ നിത്യമാണോ അനിത്യമാണോ, ഇതാ പ്രതിവാദി ചോദിക്കുന്നത്, ജാതിവാദി ചോദിക്കുന്നത്. നിത്യമെങ്കിൽ ധർമ്മത്തിന്റെ നിത്യത്വം മൂലം ധർമ്മിയും നിത്യമാണ് എന്ന് വന്ന് ശബ്ദത്തിന് നിത്യത്വം ശ്രദ്ധിക്കും. ശബ്ദത്തിൽ അനിത്യത്വം നിത്യമാണ് എന്ന് വന്നാൽ ധർമ്മം നിത്യമാണെന്നുള്ള വരിക. ശബ്ദത്തിലെ ഒരു ധർമ്മമാണ് അനിത്യത്വം. ശബ്ദം അതിൻ്റെ ധർമ്മി. ധർമ്മമായ അനിത്യത്വം നിത്യമാണെങ്കിൽ ധർമ്മം നിത്യമായതുകൊണ്ട് ധർമ്മിയും നിത്യമായിരിക്കണം. അതുകൊണ്ട് ശബ്ദം നിത്യമാണ് എന്ന് കിട്ടും. ഇതാണ് ജാതിവാദി ഉന്നയിക്കുന്ന വാദം. ഇനി അനിത്യത്വം ശബ്ദത്തിൽ നിത്യമല്ലെങ്കിലോ? അനിത്യത്വം ശബ്ദത്തിൽ നിത്യമല്ല. അനിത്യത്വ ധർമ്മം തന്നെ ശബ്ദത്തിൽ അനിത്യമാണ് എന്ന് പറഞ്ഞാൽ ശബ്ദം ചിലപ്പോൾ നിത്യമായിട്ടിരിക്കും, ചിലപ്പോൾ അനിത്യമായിട്ടും ഇരിക്കും എന്നുള്ള അർത്ഥം. അപ്പൊ ശബ്ദത്തിൽ അനിത്യത്വത്തിന്റെ അഭാവം വരുന്നതുകൊണ്ട് അപ്പോഴും ശബ്ദം നിത്യമാണ് എന്ന് ശ്രദ്ധിക്കും. ഇങ്ങനെ നിത്യത്വം കൊണ്ട് ഖണ്ഡിക്കുന്നതിനെയാണ് നിത്യസമജാതി എന്ന് പറയുന്നത്. ഇതിനുത്തരം പ്രതിഷേധ്യേ നിത്യമനിത്യഭാവാത് അനിത്യേ അനിത്യത്വപത്തേ പ്രതിഷേധാഭാവ. പ്രതിഷേധ്യേ, പ്രതിഷേധ്യം പ്രതിഷേധിക്കപ്പെടേണ്ടത്. അതിൽ പ്രതിഷേധ്യേ പ്രതിഷേധിക്കപ്പെടേണ്ടതിൽ. എന്താണ് പ്രതിഷേധിക്കപ്പെടേണ്ടത്? ജാതിവാദിക്ക് പ്രതിഷേധിക്കേണ്ടത് ശബ്ദത്തിന്റെ അനിത്യത്വമാണ്. അപ്പൊ ശബ്ദത്തിന്റെ അനിത്യത്വത്തിൽ നിത്യം അനിത്യഭാവാ, നിത്യമായി അനിത്യത്വം ഉള്ളതുകൊണ്ട്. അനിത്യം നിത്യമാണോ അനിത്യമാണോ എന്നാണ് ചോദിച്ചത്. വാദിയുടെ പക്ഷത്തിൽ ശബ്ദത്തിന്റെ അനിത്യത്വം നിത്യമാണ്. അപ്പൊ നിത്യമായി അനിത്യത്വം ഉള്ളതുകൊണ്ട് നിത്യം അനിത്യഭാവാ, നിത്യമായി അനിത്യത്വം ഉള്ളതുകൊണ്ട്. അനിത്യത്വപത്തെ, അനിത്യത്വത്തിൽ അനിത്യത്വം ഉപപന്നമായതുകൊണ്ട്
എന്താണോ അനിത്യമായത് അത് അനിത്യമായിരിക്കുക എന്നതു തന്നെയാണ് യുക്തം. അനിത്യത്വം എന്നതിൽ അനിത്യത്വത്തിന് ഉപപത്തി ഉള്ളതുകൊണ്ട് പ്രതിഷേധാഭാവ, പ്രതിഷേധം ഉണ്ടാകുന്നില്ല. അതായത് സ്ഥാപനാഹേതുവിന്റെ ഖണ്ഡനം ഈ ജാതിവാദം കൊണ്ട് നടക്കുന്നില്ല. ശബ്ദത്തിന്റെ അനിത്യത്വം പ്രതിഷേധിക്കപ്പെടുന്നില്ല. അനിത്യത്വം ശബ്ദത്തിൽ നിത്യമായിട്ടുള്ളത് കൊണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ശബ്ദത്തിന്റെ അനിത്യത്വം കിട്ടിക്കഴിഞ്ഞു. പിന്നെ ധർമ്മം നിത്യമായതുകൊണ്ട് ധർമ്മിയും നിത്യമായിരിക്കും, അതുകൊണ്ട് ശബ്ദം നിത്യമാണ് എന്ന് പറയുന്നത് നിരർത്ഥകമാണ്. നിത്യമായി അനിത്യത്വം ഉള്ളത് എങ്ങനെ നിത്യമാവും? ഏതിന് നിത്യമായി അനിത്യത്വം ഉണ്ടോ അതിന് നിത്യമാവാൻ കഴിയില്ലല്ലോ. അപ്പൊ ശബ്ദത്തിൽ അനിത്യത്വം നിത്യമായതുകൊണ്ട് ശബ്ദം അനിത്യമാണ് എന്നേ സിദ്ധിക്കുള്ളൂ, നിത്യമാണ് എന്നൊരിക്കലും സിദ്ധിക്കില്ല. അങ്ങനെ ശബ്ദം അനിത്യമല്ല എന്ന നിഷേധം ജാതി കൊണ്ട് ഉണ്ടാകുന്നില്ല എന്നർത്ഥം. ഇങ്ങനെ നിത്യസമ ജാതി 24-ാമത്തേതും അവസാനത്തേതും ആയ ജാതി കാര്യസമ ജാതിയാണ്. കാര്യസമജാതി പ്രയത്നകാര്യ അനേകത്വാത് കാര്യസമ, പ്രയത്നകാര്യ അനേകത്വാത് കാര്യസമ. പ്രയത്നകാര്യത്തിന്റെ അനേകത്വം ഹേതുവായിട്ട് കാര്യസമജാതി ഉത്ഭവിക്കുന്നു. അതായത് പ്രയത്നകാര്യത്തിന്റെ അനേകത്വത്തിൽ നിന്ന് കാര്യസമ എന്ന ജാതി ഉണ്ടാവുന്നു. പ്രയത്നത്തെ തുടർന്ന് ഉണ്ടാകുന്നതുകൊണ്ട് ശബ്ദം അനിത്യമാണ് എന്നാണല്ലോ വാദം. ഇവിടെ പ്രയത്നത്തിന്റെ കാര്യം ആയതുകൊണ്ട് ശബ്ദം അനിത്യമാണ് എന്നാണ് താല്പര്യം. പ്രയത്നത്തിൽ നിന്നുണ്ടാകുന്നത് പ്രയത്ന കാര്യം. പ്രയത്ന കാര്യത്വം ഹേതുവായി ശബ്ദം അനിത്യമാണ് എന്നാണ് വാദിയുടെ താല്പര്യം. ഇവിടെ പ്രയത്നത്തിന്റെ കാര്യത്വം എന്നത് ഒരു വിധത്തിൽ മാത്രമല്ല ഉള്ളത് എന്ന് പറഞ്ഞാണ് ജാതിവാദി അതിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നത്. പ്രയത്നത്തിൽ നിന്ന് ആത്മലാഭം ഉണ്ടാകാം, അഭിവ്യക്തിയും ഉണ്ടാകാം. ആത്മാ എന്ന് പറഞ്ഞാൽ സ്വരൂപം, ആത്മലാഭം, സ്വരൂപം കിട്ടുക എന്നത് ആത്മലാഭം. സ്വരൂപമില്ലാത്തതിന് സ്വരൂപം കിട്ടുന്നു, ഇത് ആത്മലാഭം. ഇത് പ്രയത്നത്തിൽ നിന്ന് കിട്ടുന്നു. പ്രയത്നത്തിൽ നിന്ന് സ്വരൂപമില്ലാത്തതിന് സ്വരൂപം കിട്ടുന്നു. ഇവിടെ പറഞ്ഞ ദൃഷ്ടാന്തം എടുക്കുക, കുടം എന്ന ദൃഷ്ടാന്തം. ഈ കുടം ഉണ്ടാക്കുന്നതിന് മുൻപ് ഇല്ല. കുടം ഉണ്ടാക്കുന്നതിന് മുൻപ് കുടത്തിന്റെ പ്രാഗഭാവമാണ് ഉള്ളത്, ഇല്ലായ്മയാണുള്ളത്. കുലാല വ്യാപാരം കൊണ്ട്, കുലാലന്റെ കുംഭകാരന്റെ പ്രയത്നം കൊണ്ട് കുടത്തിന് സ്വരൂപം ഉണ്ടാകുന്നു. കുടം ഉണ്ടാക്കുന്നതിന് മുൻപ് കുടമില്ല, കുടം മണ്ണാണ്. മണ്ണിൽ കടത്തിന്റെ സ്വരൂപമില്ല. കുലാല പ്രയത്നം കൊണ്ട് ഇതിൽ കുടത്തിന്റെ സ്വരൂപം ഉണ്ടാകുന്നു. അപ്പൊ കുടത്തിന് സ്വരൂപം സിദ്ധിക്കുന്നു, കുടത്തിന് ആത്മലാഭം ഉണ്ടാകുന്നു. അതുകൊണ്ട് കുടം പ്രയത്ന കാര്യം ആണ്, പ്രയത്നത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അവിടെ പ്രയത്നത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പ്രയത്നം കൊണ്ട് കുടത്തിന് ഇല്ലാത്ത സ്വരൂപം സിദ്ധിച്ചു, ഇല്ലാത്ത ഘടസ്വരൂപം ഉണ്ടായി വന്നു എന്നാണ് താല്പര്യം. ഇത് ഒരു വിധത്തിലുള്ള
കാര്യം. ഇനി അത് അനിത്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അനിത്യമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ ഉണ്ടായത് ഇല്ലാതെയാകും, ഉണ്ടായിരുന്നിട്ട് ഇല്ലാതെയാവുക എന്നതാണ് നാശം, അതാണ് അനിത്യത്വം. അങ്ങനെ പ്രയത്നം കൊണ്ട് ഇല്ലാത്ത സ്വരൂപം ഉണ്ടാകുന്നു. അങ്ങനെ ഏതിനാണോ സ്വരൂപം സിദ്ധിച്ചത് അത് കാലം കൊണ്ട് ഇല്ലാതെയും ആകുന്നു. അവിടെ പ്രയത്നകാര്യം അനിത്യമാണ്. ഇനി ഇങ്ങനെ ഉത്പന്നമാവുക എന്നതും മാത്രമല്ല പ്രയത്ന കാര്യത്വം. പിന്നെയോ ഒന്നുണ്ടായിട്ട് അത് മറഞ്ഞിരിക്കുന്നു, അതിന് ആവരണം ഉണ്ട് എന്ന് വിചാരിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള മറവുണ്ട്. മറവുള്ളത് കൊണ്ട് നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ വിഷയം ഉണ്ടായിട്ടും സിദ്ധിക്കുന്നില്ല, അതിൻ്റെ ഉപലബ്ധി ഉണ്ടാകുന്നില്ല. വിഷയമുണ്ടായിട്ടും വിഷയോപലബ്ധി ഉണ്ടാകുന്നില്ല. വിഷയോപലബ്ധി ഉണ്ടാകുന്നതിനെ ആവരണം തടയുന്നു. അങ്ങനെയുള്ള വിഷയത്തിൽ പ്രയത്നം കൊണ്ട് ആവരണം നീങ്ങിപ്പോകുമ്പോൾ ആ വിഷയത്തെ നമുക്ക് അറിയാൻ കഴിയുന്നു. ആ വിഷയം വെളിപ്പെടുന്നു. ഇതാണ് അഭിവ്യക്തി എന്ന് പറയുന്നത്. അവിടെ പ്രയത്നം അഭിവ്യക്തിക്ക് കാരണമാകും. അപ്പൊ പ്രയത്നം കാരണമാണ് എന്ന് പറയുന്നിടത്ത് പ്രയത്നത്തിന് ഉത്പത്തി കാരണമാകാം, അഭിവ്യക്തി കാരണവും ആകാം. അനേക പ്രകാരത്തിൽ കാരണത്വം ഉണ്ട്. അങ്ങനെ അഭിവ്യക്തി പ്രയത്നം കൊണ്ടാണ് സാധിച്ചത്. ആവരണം നീങ്ങിപ്പോയത് പ്രയത്നം കൊണ്ടാണ്. അതുകൊണ്ട് ഈ അഭിവ്യക്തിയുടെയും കാരണം പ്രയത്നം തന്നെയാണ്. അങ്ങനെ വെളിപ്പെടുന്ന വിഷയം പ്രയത്ന കാര്യം തന്നെ ആണ്. അങ്ങനെ ഇരിക്കെ ശബ്ദത്തിന് പ്രയത്നം കൊണ്ട് ആത്മലാഭമാണോ ഉണ്ടാകുന്നത് അതോ അഭിവ്യക്തിയാണോ ഉണ്ടാകുന്നത്? രണ്ടിലൊന്ന് സാധിക്കാൻ വിശേഷിച്ച ഒരു ഹേതുവുമില്ല. ശബ്ദത്തിന് പ്രയത്നം കൊണ്ട് ആത്മലാഭം ഉണ്ടാകുന്നില്ല എന്ന് കാണിക്കാൻ ഹേതുവില്ല. ശബ്ദത്തിന് പ്രയത്നം കൊണ്ട് ആവരണഭംഗമാണ് ഉണ്ടാകുന്നത്, അഭിവ്യക്തിയാണ് ഉണ്ടാകുന്നത് എന്ന് കാണിക്കാനും ഹേതുവില്ല. ഇങ്ങനെ രണ്ട് പക്ഷത്തിലും വിശേഷിച്ച ഹേതു ഇല്ലാത്തതു കൊണ്ട് കാര്യത്തിൻ്റെ അവിശേഷം കാണിച്ച് ഖണ്ഡിക്കുന്നതാണ് കാര്യസമജാതി. ഏതെങ്കിലും ഒന്നിന് വിശേഷ ഹേതു കാണിക്കാൻ സാധിച്ചെങ്കിൽ ആ പക്ഷം വിജയിച്ചാണ്. ഇവിടെ വിശേഷ ഹേതു കാണിക്കുന്നില്ല എങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾക്കും പ്രസക്തി തുല്യമാണ്. രണ്ട് കാര്യങ്ങളും അവിടെ സമമാണ്. ആത്മലാഭവും അഭിവ്യക്തിയും സമമാണ്. രണ്ടിലേത് വേണമെങ്കിലും ആകാം എന്ന അവസ്ഥ വരും. ഇതാണ് കാര്യസമ എന്ന് പറയുന്ന ജാതി. ഇതിനുത്തരം കാര്യന്യത്വേ പ്രയത്നഹേതുത്വം അനുപലബ്ധികാരണോ ഉപപത്തേ. കാര്യന്യത്വേ, കാര്യന്യത്വത്തിൽ, കാര്യന്യത്വം വേറെ കാര്യത്വം, ഉത്പത്തി എന്നത് ഒരു കാരണത്വം, ഒരു കാര്യത്വം. വേറെ കാരണം എന്ന് പറയുന്നത് അഭിവ്യക്തിയാണ്. ഇവിടെ കാര്യന്യത്വം ഉള്ളപ്പോൾ, കാര്യന്യത്വം ഉള്ളപ്പോൾ, വേറെ പ്രകാരത്തിലുള്ള കാര്യത്വം ഉള്ളപ്പോൾ, അതായത് ശബ്ദത്തിൻ്റെ പ്രയത്നകാര്യത്വം ആത്മലാഭം അല്ലാതെ അഭിവ്യക്തി ആയിരിക്കുമ്പോൾ, അങ്ങനെ അഭിവ്യക്തിയാണ് എന്ന് വാദിച്ചാൽ അവിടെ
എന്ത് സംഭവിക്കും? അനുപലബ്ധി കാരണോപപത്തേഹേ, അനുപലബ്ധിയുടെ കാരണത്തിന് ഉപപത്തി ഉണ്ടാകുന്നു. അനുപലബ്ധി അറിയായിക, ഉപലബ്ധി അറിവ്, അനുപലബ്ധി അറിയായിക. ഒരു വിഷയം ഉണ്ടായിരുന്നിട്ട് അതിനെ അറിയാൻ കഴിയുന്നില്ല എങ്കിൽ, അറിയാത്തതിന് ഒരു കാരണം ഉണ്ടാവണം. ഒരു കാരണവും കൂടാതെ ഉള്ള വിഷയം അറിയപ്പെടാതെ ഇരിക്കില്ല. അപ്പൊ ശബ്ദം നേരത്തെ തന്നെ ഉണ്ട്, പക്ഷെ ആ ശബ്ദത്തിന് അനുപലബ്ധി ഉള്ളത് കൊണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. പ്രയത്നം കൊണ്ട് ഈ അനുപലബ്ധി കാരണം നീങ്ങി പോകുമ്പോൾ കേൾക്കുമെന്ന് പറയാം. അപ്പൊ അനുപലബ്ധി കാരണം കാണിക്കണം. ഇവിടെ ശബ്ദത്തിന്റെ വിഷയത്തിൽ അങ്ങനെ അനുപലബ്ധി കാരണം കാണിക്കാൻ കഴിയുന്നില്ല. ശബ്ദത്തിന് ആവരണമുണ്ട് എന്ന് കാണിക്കാൻ ഒരു പ്രമാണവും ഇല്ല എന്നർത്ഥം. ഉണ്ടായിട്ടും അറിയാതിരിക്കുന്നതിന് കാരണം ഉണ്ടാകണം. അതാണ് അനുപലബ്ധി കാരണം. അനുപലബ്ധിയുടെ കാരണം അനുപലബ്ധി കാരണം. ഉണ്ടായിട്ടും അറിയാതെ ഇരിക്കുക എന്നതാണ് അനുപലബ്ധി. അനുപലബ്ധി കാരണം എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടും അറിയാതെ ഇരിക്കുന്നതിന് കാരണം. അത് സ്ഥാപിക്കാൻ എന്താണ് ഹേതു? ഇത് ജാതിവാദിക്ക് ഉന്നയിക്കാൻ കഴിയില്ല. അപ്പൊ അതിന് കാരണം കാണിക്കാത്ത പക്ഷം അതുണ്ട് എന്ന് അംഗീകരിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രയത്ന ഹേതുത്വം. ഈ പ്രയത്നം എന്ന് പറയുന്നത് ഇങ്ങനെ ശബ്ദം ഉണ്ടായിരുന്നിട്ടും അത് ആവരണമുള്ളത് കൊണ്ട് കേൾക്കാതിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന് പ്രയത്നാനന്തരീകത്വം കാരണമാകുന്നില്ല. പ്രയത്നാനന്തരം ഉണ്ടാകുന്നത് കൊണ്ട് ശബ്ദം അനിത്യമാണ് എന്നാണ് വാദി പറഞ്ഞത്. പ്രയത്നാനന്തരം ഉണ്ടാകുന്നത് പ്രയത്നം കൊണ്ട് മുമ്പേ തന്നെ ഉള്ളത് വെളിപ്പെടുന്നതും ആകാം എന്ന് ജാതിവാദി പറയുന്നു. അങ്ങനെ പറയണമെങ്കിൽ മുമ്പേ തന്നെ ഉള്ള ആ വിഷയം ശബ്ദം കേൾക്കാതിരിക്കുന്നതിന് കാരണം കാണിക്കണം, അനുപലബ്ധിക്ക് കാരണം കാണിക്കണം. അങ്ങനെ അനുപലബ്ധിക്ക് കാരണം കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ കാരണം, ഈ പ്രയത്നം എന്ന ഹേതുവിന് ഈ പറഞ്ഞ കാര്യാന്യത്വം, അതായത് ശബ്ദത്തിന്റെ പ്രയത്നകാര്യത്വം പ്രയത്നം കൊണ്ട് ഉണ്ടാവുക എന്നതല്ല, പ്രയത്നം കൊണ്ട് വെളിപ്പെടുക എന്നതാണ് എന്ന് കാണിക്കാൻ ഈ ഹേതു മതിയാവില്ല. പ്രയത്നാനന്തരീകത്വം എന്ന ഹേതു മതിയാവില്ല. പ്രയത്നാനന്തരീകത്വം എന്ന ഹേതു പ്രയത്നം കൊണ്ട് അഭിവ്യക്തമാകുന്നതാണ് എന്ന് കാണിക്കുന്നില്ലല്ലോ. അപ്പൊ ഇതിനും ഹേതുവില്ല. ജാതിവാദി ഉന്നയിക്കുന്ന കാര്യാന്യത്വത്തിനും ഹേതു ഇല്ല. ആ ഹേതു ആകാൻ പ്രയത്നത്തിന് കഴിയില്ല എന്നതുകൊണ്ട് ശബ്ദത്തിന്റെ അനുപലബ്ധി കാരണം അറിയപ്പെടാത്തത് കൊണ്ട് പ്രയത്നം ആവരണാദി നീക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നു എന്ന് കിട്ടുകയില്ല. പ്രയത്നം കൊണ്ട് ഇല്ലാത്ത ശബ്ദം ഉണ്ടാവുക തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കാര്യസമജാതിയുടെ ഖണ്ഡനം, കാര്യസമജാതി കൊണ്ടും പ്രതിഷേധ്യത്തെ പ്രതിഷേധിക്കാൻ കഴിയില്ല, വാദത്തെ ഖണ്ഡിക്കാൻ കഴിയില്ല. ഇവിടെ ഏത് ജാതി ഉന്നയിച്ചാലും 24 ജാതികളും ഖണ്ഡന ശക്തി ഇല്ലാത്തതാണ്. സദ്ഹേതുവിനെ ഖണ്ഡിക്കാൻ ഒരു ജാതി കൊണ്ടും സാധിക്കില്ല. അസദ്ഹേതു, ദുഷ്ടഹേതു ഉന്നയിച്ചാൽ അതിനെ ജാതി ഉപയോഗിച്ച് ഖണ്ഡിക്കാം. കാരണം ദുഷ്ടഹേതുവിൽ വ്യാപ്തിയില്ല. എവിടെ ഹേതുവിന് വ്യാപ്തിയില്ലയോ അവിടെ മാത്രമേ ജാതി ഉന്നയിച്ച ഹേതുവിനെ നിരാകരിക്കാൻ കഴിയുള്ളൂ, ഖണ്ഡിക്കാൻ കഴിയുള്ളൂ, ഉപാലംബിക്കാൻ കഴിയുള്ളൂ. സദ്ഹേതുവിനെ ജാതി കൊണ്ട് ഖണ്ഡിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എവിടെയാണോ
അന്വയ വ്യതിരേക സഹചാരത്തോടു കൂടിയ ഹേതു ഉന്നയിക്കപ്പെടുന്നത് അവിടെയെല്ലാം ജാതി നിരർത്ഥകമാണ് എന്ന് താല്പര്യം. ഇങ്ങനെ 24-ാമത്തെ ജാതിയായ കാര്യസമ എന്ന ജാതി. 24 ജാതികളും ദുഷ്ടഹേതുവിനെ എതിർക്കാൻ കൊള്ളാമെന്നല്ലാതെ സദ്ഹേതുവിന്റെ അടുത്ത് അവയ്ക്കൊന്നും നിലനിൽപ്പില്ല എന്നുള്ള. ഇപ്പൊ ജാതി ഉന്നയിച്ച് ഒന്നും ഒരു വാദത്തിൽ ജയിച്ചു പോകാൻ സാധിക്കുകയില്ല എന്നാണ് വന്നുകൂടുന്നത്. ഇങ്ങനെ 24 ജാതികൾ പറഞ്ഞു. ഇനി അവസാനത്തെ പദാർത്ഥം, ന്യായശാസ്ത്രത്തിലെ ഷോഡശ പദാർത്ഥങ്ങൾ, 16 പദാർത്ഥങ്ങളിൽ അവസാനത്തേതായ നിഗ്രഹസ്ഥാനം എന്ന പദാർത്ഥം. നിഗ്രഹസ്ഥാനം എന്ന് പറയുന്നത് വിപ്രതിപത്തിയെയും അപ്രതിപത്തിയെയുമാണ്. വിപ്രതിപത്തിർ അപ്രതിപത്തിഷ്ട നിഗ്രഹസ്ഥാനം. വിപ്രതിപത്തിയും അപ്രതിപത്തിയുമാണ് നിഗ്രഹസ്ഥാനം. വിപ്രതിപത്തി എന്ന് പറഞ്ഞാൽ വിപരീതമോ കുൽസിതമോ ആയ പ്രതിപത്തി. പ്രതിപത്തി അറിവുണ്ടാകുന്നതിനെയാണ് പ്രതിപത്തി എന്ന് പറയുക. അതായത് വിപരീതമോ കുൽസിതമോ ആയിരിക്കുക. കുൽസിതം എന്ന് പറഞ്ഞാൽ നിന്ദിതം. പ്രതിപത്തി ജ്ഞാനം, കുൽസിതമായ ജ്ഞാനം അല്ലെങ്കിൽ വിപരീതമായ ജ്ഞാനം, വിപരീത ജ്ഞാനം. വിപരീത ജ്ഞാനത്തെയും നിന്ദിതമായ ജ്ഞാനം, നിന്ദിതമാണ് മുമ്പേ തന്നെ നിന്ദിക്കപ്പെട്ടത്, ഇത് ശരിയായ അറിവല്ല എന്ന് പണ്ട് തന്നെ നിന്ദിക്കപ്പെട്ട് കഴിഞ്ഞു കിടക്കുന്നതാണ്. അങ്ങനെ പണ്ടേ നിന്ദിക്കപ്പെട്ടതിനെയാണ് നിന്ദിതം, കുൽസിതം എന്ന് പറഞ്ഞത്. ഇതാണ് വിപ്രതിപത്തി. കുൽസിതമായ ജ്ഞാനം, പണ്ടേ നിന്ദിക്കപ്പെട്ട ജ്ഞാനം, വിപരീത ജ്ഞാനം, ഇതാണ് വിപ്രതിപത്തി. അപ്രതിപത്തി എന്ന് പറഞ്ഞാൽ പറയേണ്ടത് പറയാതിരിക്കുക. ഇത് രണ്ടുമാണ് നിഗ്രഹസ്ഥാനം. നിഗ്രഹസ്ഥാനം എന്ന് പറഞ്ഞാൽ പരാജയസ്ഥാനം, വാദി പരാജയപ്പെടാൻ കാരണം. നിഗ്രഹസ്ഥാനം ഉണ്ടായാൽ വാദി പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. സമ്യജ്ഞാനമല്ലാത്തത് കൊണ്ട് മുമ്പേ തന്നെ നിന്ദിക്കപ്പെട്ട് കഴിഞ്ഞത് പറയുക, അതാണ് കുൽസിതമായ ജ്ഞാനം എന്ന് പറഞ്ഞത്. അങ്ങനെ നിന്ദിക്കപ്പെട്ട സമ്യജ്ഞാനമല്ലാത്തത് കൊണ്ട്, വിപരീത ജ്ഞാനമായതുകൊണ്ട് മുമ്പേ തന്നെ നിന്ദിക്കപ്പെട്ട് കഴിഞ്ഞത് പറയാം. സൂക്ഷ്മ വിഷയങ്ങളെ പറ്റി തെറ്റായ ധാരണ അവതരിപ്പിക്കുക, താൻ ഉന്നയിക്കേണ്ട ശരിയായ വാദം ഉന്നയിക്കാതെ ഇരിക്കുക, അതുപോലെ പ്രതിവാദിയുടെ നിഷേധം നീക്കാൻ കഴിയാതിരിക്കുക. തൻ്റെ വാദത്തിന് പ്രതിവാദി നിഷേധം ഉന്നയിക്കുമ്പോൾ ആ നിഷേധത്തെ ഖണ്ഡിച്ച് മാറ്റാതിരിക്കാൻ കഴിയുക, മാറ്റാൻ കഴിയാതിരിക്കുക. അങ്ങനെ പ്രതിവാദത്തെ ഖണ്ഡിക്കാൻ കഴിയാതിരിക്കുക. ഇതെല്ലാം വിപ്രതിപത്തി. അപ്രതിപത്തി, വിപ്രതിപത്തി എന്ന് ഈ രണ്ടുമാണ് നിഗ്രഹസ്ഥാനം. ഇനി ഇവ മാത്രമാണോ നിഗ്രഹസ്ഥാനം ചോദിച്ചാൽ ഇവ മാത്രമല്ല. പ്രതിജ്ഞ മുതലായ ഏതവയത്തെ ആശ്രയിച്ചും നിഗ്രഹസ്ഥാനം വരാം. പ്രതിജ്ഞാതി ഏത് അവയവം പറയുമ്പോഴും അതിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് നിഗ്രഹസ്ഥാനമാണ്. ഇങ്ങനെ ജാതിയും നിഗ്രഹസ്ഥാനവും പല വിധത്തിലുണ്ട്. ഒരു വിധമല്ല, അനേക വിധത്തിലാണ് ജാതികളും നിഗ്രഹസ്ഥാനങ്ങളും. ഈ നിഗ്രഹസ്ഥാനം 22 വിധത്തിലാണ് ഉള്ളത്. അവ ഇനി പറയുന്ന പ്രകാരത്തിലാണ്: പ്രതിജ്ഞാഹാനി, പ്രതിജ്ഞാന്തരം, പ്രതിജ്ഞാവിരോധ,
പ്രതിജ്ഞാ സന്യാസ ഹേത്വന്തരം അർത്ഥാന്തരം നിരർത്ഥകം അവിജ്ഞാതാർത്ഥം അപാർത്ഥകം അപ്രാപ്തകാലം ന്യൂനം അധികം പുനരുക്തം അനനുഭാഷണം അജ്ഞാനം അപ്രതിഭ വിക്ഷേപ മതാനുജ്ഞ പര്യനിയോജ്യോപേക്ഷണം നിരനിയോജ്യ അനുയോഗ അപസിദ്ധാന്ത ഹേത്വാഭാസ. ഇത്രയുമാണ് നിഗ്രഹസ്ഥാനങ്ങൾ. ഇവയുടെ ഓരോന്നിൻ്റെയും ലക്ഷണം പറയുന്നു. ഒന്നാമത്തേത് പ്രതിജ്ഞാഹാനി. പ്രതിജ്ഞാഹാനി പ്രതിദൃഷ്ടാന്ത ധർമ്മ അഭ്യനുജ്ഞ സ്വദൃഷ്ടാന്തേ പ്രതിജ്ഞാഹാനി. സ്വദൃഷ്ടാന്തേ താൻ ഉന്നയിച്ച ദൃഷ്ടാന്തത്തിൽ പ്രതിദൃഷ്ടാന്ത ധർമ്മ അഭ്യനുജ്ഞ പ്രതിദൃഷ്ടാന്തം പ്രതിയോഗി ഉന്നയിക്കുന്ന പ്രതിവാദി ഉന്നയിക്കുന്ന വാദിയുടെ ഹേതുവിനെ ഉപാലംബിക്കുന്ന ആൾ ഉന്നയിക്കുന്ന അങ്ങനെയുള്ള ധർമ്മം പ്രതിദൃഷ്ടാന്തത്തിലെ ധർമ്മം. പ്രതിവാദി ഉന്നയിക്കുന്നത് പ്രതിദൃഷ്ടാന്തം, വാദി ഉന്നയിക്കുന്ന ദൃഷ്ടാന്തം. പ്രതിദൃഷ്ടാന്തത്തിലുള്ള ധർമ്മത്തിന്റെ അഭ്യനുജ്ഞ അത് സമ്മതിച്ചു കൊടുക്കൽ, അംഗീകരിക്കൽ. പ്രതിഷേധകമായ ദൃഷ്ടാന്തത്തിന്റെ ധർമ്മത്തെ അംഗീകരിക്കുന്നതിനെയാണ് പ്രതിജ്ഞാഹാനി എന്ന് പറയുന്നത്. ഉദാഹരണം, ശബ്ദം അനിത്യമാണ് ഐന്ദ്രിയകത്വം കൊണ്ട് എന്നൊരാൾ വാദിക്കുന്നു. ശബ്ദം അനിത്യമാണ് ഐന്ദ്രിയകത്വം കൊണ്ട്. ഐന്ദ്രിയകത്വം ഇന്ദ്രിയ വിഷയത്വം. ഇന്ദ്രിയത്തിന് വിഷയമാകുന്നത് കൊണ്ട് ശബ്ദം അനിത്യമാണ് എന്ന് ഒരു പ്രതിജ്ഞ, വാദിയുടെ പ്രതിജ്ഞ. അവിടെ പ്രതിവാദി പറയുന്നു സാമാന്യം ഐന്ദ്രിയകമാണെങ്കിലും നിത്യമാണ്. ഇപ്പൊ ശബ്ദം ഐന്ദ്രിയകമായതുകൊണ്ട് അനിത്യമാണ് എന്ന് പറയുമ്പോൾ ഐന്ദ്രിയകമാണെങ്കിൽ അനിത്യമായിരിക്കണം എന്ന പക്ഷമാണല്ലോ ഉന്നയിക്കപ്പെട്ടത്. അവിടെ ഐന്ദ്രിയകത്വത്തിനും അനിത്യത്വത്തിനും തമ്മിലാണ് വ്യാപ്തി കൽപ്പിച്ചിരിക്കുന്നത്. ഏതേത് ഐന്ദ്രിയകമാണോ അതത് അനിത്യവും ആയിരിക്കും എന്ന വ്യാപ്തി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഐന്ദ്രിയകത്വം കൊണ്ട് ശബ്ദം അനിത്യമാണ് എന്ന് പറഞ്ഞത്. പ്രതിവാദി പറയുന്നു സാമാന്യം ഐന്ദ്രിയകമാണെങ്കിലും നിത്യമാണ്. സാമാന്യം അവിടെ അപരസാമാന്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പരമപരം എന്ന് രണ്ടാണ് സാമാന്യം. പരസാമാന്യം എന്ന് പറയുന്നത് സത്ത, ഉണ്മ, സർവപദാർത്ഥങ്ങളിലും ഒരുപോലെയുള്ള സാമാന്യമാണ് പരസാമാന്യം. ഇതുണ്ട് എന്ന ബോധത്തെ ജനിപ്പിക്കുന്ന സാമാന്യമാണ് പരസാമാന്യം. അപരസാമാന്യം ഇത് ഇന്നത് എന്ന ബോധത്തെ ജനിപ്പിക്കുന്നു. ഇത് മനുഷ്യൻ, ഇത് പശു, ഇത് മരം, ഇങ്ങനെ ഇത് ഇന്നത് എന്ന ബോധത്തെ ജനിപ്പിക്കുന്ന സാമാന്യമാണ് അപരസാമാന്യം. അപരസാമാന്യത്തിന് ജാതി എന്ന് പേര്. അപരസാമാന്യം എന്ന് പറയുന്നത് ജാതിയാണ്. ഈ ജാതി നിത്യമാണ്. മനുഷ്യത്വം എന്ന ജാതി എല്ലാ മനുഷ്യരും ഇല്ലാതെ ആയാലും മനുഷ്യത്വം എന്ന ജാതി ഇല്ലാതെയാവില്ല, അത് നിത്യമാണ്. എല്ലാ ഗോക്കളും ഇല്ലാതെ ആയാലും ഗോത്വം എന്ന ജാതി പിന്നെയും ഉണ്ടായിരിക്കും. ഇങ്ങനെ ജാതി അല്ലെങ്കിൽ അപരസാമാന്യം നിത്യമാണ്. ഈ പക്ഷമാണ് പ്രതിവാദി ഉന്നയിക്കുന്നത്. ഇങ്ങനെയുള്ള സാമാന്യം, ഈ ജാതി, അതും ഐന്ദ്രിയമാണ്, ഇന്ദ്രിയ വിഷയമാണ്. എങ്ങനെ ഇന്ദ്രിയ വിഷയമാകുന്നു? ഗോത്വം ഇന്ദ്രിയ വിഷയമോ മനുഷ്യത്വം ഇന്ദ്രിയ വിഷയമോ എന്ന് ചോദിച്ചാൽ
മനുഷ്യനെ കാണുമ്പോൾ മനുഷ്യത്വത്തെയും നമ്മൾ കാണുന്നു, ഗോവിനെ കാണുമ്പോൾ ഗോത്വത്തെയും കാണുന്നു. ഗോത്താവച്ഛിന്നമായ പിണ്ടം ഗോ, ഗോത്താവച്ഛിന്നം പിണ്ടം ഗോഹു, മനുഷ്യത്വാവച്ഛിന്നം പിണ്ടം മനുഷ്യ. മനുഷ്യത്വത്തോടു കൂടിയ മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നത് മനുഷ്യത്വ അവച്ഛിന്നനായ മനുഷ്യനാണ്, മനുഷ്യത്വ വിശിഷ്ടനായ മനുഷ്യനാണ്. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും ന്യായശാസ്ത്രത്തിലെ വ്യക്തിയെ പറയുക ജാത്യാകൃതി വിശിഷ്ടനാണ് വ്യക്തി. ജാത്യാകൃതി വിശിഷ്ട വ്യക്തി. വ്യക്തിയിൽ ജാതി ഉണ്ട്, അപരസാമാന്യമുണ്ട്, അതിനു പുറമെ ആകൃതിയുമുണ്ട്. ജാതിയോടും ആകൃതിയോടും കൂടിയതാണ് വ്യക്തി. മനുഷ്യനിൽ മനുഷ്യത്വമെന്ന ജാതി ഉണ്ട്, മനുഷ്യോചിതമായ ആകൃതിയുമുണ്ട്. ഗോവിൽ ഗോത്വം എന്ന ജാതി ഉണ്ട്, ഗോവിനുചിതമായ ആകൃതിയുമുണ്ട്. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ആകൃതി കാണുന്നു, ജാതിയെയും കാണുന്നു. അതുകൊണ്ട് ജാതി വ്യക്തിയെ പോലെ തന്നെ ഇന്ദ്രിയ വിഷയമാണ്. അതാണ് സാമാന്യം ഐന്ദ്രിയകമാണ് എന്ന് പറയുന്നത്. ഐന്ദ്രിയകമാണെങ്കിലും സാമാന്യം നിത്യമാണ്. ഐന്ദ്രിയകമായ സാമാന്യം ജാതി നിത്യമാണ്. അതുകൊണ്ട് ഐന്ദ്രിയകമായ ശബ്ദത്തിനും നിത്യമാവാൻ വിരോധമില്ല. ഇന്ദ്രിയകമായതുകൊണ്ട് അനിത്യമാകണമെന്നില്ല. ഐന്ദ്രിയകത്വത്തിനും അനിത്യത്വത്തിനും തമ്മിൽ വ്യാപ്തിയില്ല. അവിടെ വാദി ഉന്നയിച്ച ഹേതുവില് വ്യാപ്തിയില്ല എന്ന് കാണിച്ചു ചുരുക്കത്തിൽ. അപ്പൊ അങ്ങനെ വാദിക്കുമ്പോൾ വാദി എന്ത് പറയുന്നു? എന്നാ ശബ്ദവും നിത്യമായി കൊള്ളട്ടെ എന്ന് വാദി തൻ്റെ പ്രതിജ്ഞയെ വെടിയുന്നു, പ്രതിജ്ഞ ഉപേക്ഷിക്കുന്നു. ശബ്ദം അനിത്യമാണ് എന്നായിരുന്നു വാദിയുടെ പ്രതിജ്ഞ. അതിന് ഇന്ദ്രിയകത്വം എന്ന ഹേതു ഉന്നയിച്ചു. പ്രതിവാദി ആ ഹേതുവിൽ ദോഷം കാണിച്ചു. ജാതി ഐന്ദ്രിയകമാണ്, പക്ഷെ അത് നിത്യമാണ്. അതുകൊണ്ട് ഐന്ദ്രിയകമായതുകൊണ്ട് അനിത്യമാകണമെന്നില്ല. അത് കാണിച്ചു. വാദി തൻ്റെ പക്ഷം സ്ഥാപിക്കുന്നതിന് പകരം, താൻ ഉന്നയിച്ച ഹേതു സദ്ഹേതുവാണ് എന്ന് തെളിയിക്കുന്നതിന് പകരം തൻ്റെ പ്രതിജ്ഞയെ അവിടെ ഉപേക്ഷിക്കുന്നു. എന്നാൽ ശബ്ദവും നിത്യമായിക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ അവിടെ പ്രതിജ്ഞ ഹനിക്കപ്പെട്ടു, പ്രതിജ്ഞ ഉപേക്ഷിക്കപ്പെട്ടു. ഇതാണ് പ്രതിജ്ഞാഹാനി എന്ന നിഗ്രഹസ്ഥാനം. 2 പ്രതിജ്ഞാന്തരം. അന്തരം എന്ന് വെച്ചാൽ വേറെ, പ്രതിജ്ഞാന്തരം വേറെ പ്രതിജ്ഞ. ഒരു പ്രതിജ്ഞയിൽ ദോഷം കാണിക്കുമ്പോൾ പ്രതിജ്ഞ മാറ്റി പറയുക, അതാണ് പ്രതിജ്ഞാന്തരത്തിന്റെ ലക്ഷണം. പ്രതിജ്ഞാതാർത്ഥ പ്രതിഷേധേ ധർമ്മവികൽപാത് തദർത്ഥ നിർദ്ദേശ പ്രതിജ്ഞാന്തരം. പ്രതിജ്ഞാത അർത്ഥ പ്രതിഷേധേ, പ്രതിജ്ഞാതമായ അർത്ഥം പ്രതിഷേധിക്കപ്പെടുമ്പോൾ, എതിർക്കപ്പെടുമ്പോൾ, അത് ഖണ്ഡിക്കപ്പെടുമ്പോൾ, ധർമ്മവികൽപാത്, ധർമ്മത്തിന്റെ വികല്പത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വേറെ ധർമ്മം കാണിച്ചിട്ട്, വികല്പം എന്ന് പറഞ്ഞാൽ വേറെ ഒന്ന്. ധർമ്മവികൽപാത്, ധർമ്മത്തിന്റെ വികല്പത്തിൽ നിന്ന് വേറെ ധർമ്മം കാണിച്ചിട്ട്, അതർത്ഥ നിർദ്ദേശ, ആ അർത്ഥത്തിന്റെ, മുമ്പ് പറഞ്ഞ അർത്ഥത്തിന്റെ, അത് ഉന്നയിച്ച പ്രതിജ്ഞയിൽ എന്താണോ പറഞ്ഞ അർത്ഥം, ആ അർത്ഥം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, അർത്ഥം ഉപേക്ഷിക്കുന്നില്ല. പ്രതിജ്ഞ ഹാനിയിലെ പോലെ പ്രതിജ്ഞയെ ഉപേക്ഷിക്കുന്നില്ല, പ്രതിജ്ഞയെ പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ.
പരിഷ്കരിച്ചപ്പോ എന്ത് തോന്നുന്നു? പരിഷ്കരിച്ചപ്പോ അത് വേറെ പ്രതിജ്ഞയല്ലോ. അതാണ് പ്രതിജ്ഞ അന്തരം എന്ന് പറയുന്നത്. അവിടെ ആ മുമ്പ് പറഞ്ഞ അർത്ഥത്തെ തന്നെ ഒന്ന് പരിഷ്കരിച്ച് പറയുക. അങ്ങനെയും പരിഷ്കരിച്ച് പറയുന്നതാണ് പ്രതിജ്ഞാന്തരം എന്ന നിഗ്രഹസ്ഥാനം. ഇപ്പൊ ശബ്ദം അനിത്യമാണ്, ഐന്ദ്രിയകത്വം ഹേതുവായി എന്ന് പഴയ പ്രതിജ്ഞ തന്നെ എടുക്കുക. ശബ്ദം അനിത്യമാണ്, ഐന്ദ്രിയകത്വം ഹേതുവായി എന്ന് പ്രതിജ്ഞ. ഇപ്പൊ പ്രതിവാദി സാമാന്യം, അതായത് ജാതി, മുമ്പ് അതേ പ്രതിഷേധം തന്നെ ഉന്നയിക്കുന്നത്. ഐന്ദ്രിയകമാണെങ്കിലും നിത്യമാണ്, സാമാന്യം ഐന്ദ്രിയകമാണെങ്കിലും നിത്യമാണ് എന്ന് പ്രതിജ്ഞാതമായ അർത്ഥത്തെ എതിർക്കുന്നു. അങ്ങനെ എതിർക്കുമ്പോൾ ഐന്ദ്രിയകത്വം അനിത്യമായ ഘടത്തിലും നിത്യമായ സാമാന്യത്തിലും ഉണ്ടല്ലോ. ഈ രണ്ടിലുണ്ട്. ഐന്ദ്രിയകത്വം എന്നത് നിത്യത്തിലും കാണാം, അനിത്യത്തിലും കാണാം. അങ്ങനെ കാണുമ്പോൾ ഐന്ദ്രിയകത്വം അനിത്യത്വത്തെ വ്യഭിചരിക്കുന്നു എന്ന് പറയും. വ്യഭിചാരം, ഒരു പക്ഷത്തിൽ ഉറച്ചിരിക്കാതെ വിരുദ്ധ പക്ഷത്തിലും കൂടി ഉണ്ടായിരിക്കുന്നതാണ് വ്യഭിചാരം. അനൈകാന്തികം എന്നും അതിന് പേരുണ്ട്. അന്തം എന്ന് പറയുന്നത് പക്ഷത്തെയാണ്. ഒരന്തത്തിൽ മാത്രമുള്ളത് ഐകാന്തികം. ഒരന്തത്തിൽ മാത്രം ഇരിക്കാതെ അനേകം അന്തങ്ങളിൽ അനേകം പക്ഷങ്ങളിൽ ഇരിക്കുന്നത് അനൈകാന്തികം. അനൈകാന്തികത്വം തന്നെയാണ് വ്യഭിചാരം. അപ്പൊ ഹേതു ഒരു പക്ഷത്തിൽ മാത്രമല്ലാതെ അതിൻ്റെ എതിർപക്ഷത്തിലും കൂടി ഉണ്ടായിരിക്കുക. ഇവിടെ ഒരു പക്ഷം അനിത്യം, അതിൽ ഐന്ദ്രിയകത്വമുണ്ട്. കുടത്തിൽ ഐന്ദ്രിയകത്വമുണ്ട്, ശബ്ദത്തിൽ ഐന്ദ്രിയകത്വമുണ്ട്. അതുപോലെ തന്നെ നിത്യമായ ജാതിയിലും ഐന്ദ്രിയകത്വം. അപ്പൊ നിത്യത്തിലും അനിത്യത്തിലും ഇങ്ങനെ വിരുദ്ധ പക്ഷങ്ങളിൽ ഒരുപോലെ ഇരിക്കുന്നു ഐന്ദ്രിയകത്വം. അതുകൊണ്ട് ഐന്ദ്രിയകത്വം വ്യഭിചാരിയാണ് എന്ന് പറയുന്നു. ഐന്ദ്രിയകത്വം അനിത്യത്വത്തെ വ്യഭിചരിക്കുന്നു, അത് നിത്യത്തിലും ഉണ്ടായിരിക്കുന്നു. അതാണ് വ്യഭിചാരം. നിത്യത്തിലും അനിത്യത്വത്തിലും ഉണ്ടായിരിക്കുക. ഇതെന്താണ് സംഭവിച്ചത്? ഇവിടെ വാദി ഉന്നയിച്ച ഹേതുവിന്റെ അതിവ്യാപ്തി കൊണ്ടാണ് ഇങ്ങനെ അബദ്ധം വന്നുപെട്ടത്. വ്യാപ്തി കൂടിയിരിക്കുക. ഐന്ദ്രിയകമായതെല്ലാം അനിത്യമാണ് എന്ന അഭിപ്രായം പറഞ്ഞു വാദി ഉന്നയിച്ച ഹേതു. അത്രയും വ്യാപ്തി ഇല്ലാതെയാണ് അത് പറയേണ്ടിയിരുന്നത്. എന്റെ വ്യാപ്തി ചുരുക്കി അനിത്യത്തിൽ മാത്രമുള്ള ഹേതു പറയേണ്ടതായിരുന്നു. അങ്ങനെ പറഞ്ഞില്ല. ഇതാണ് വാദിക്ക് പറ്റിയ പിശക്. അതുകൊണ്ടാണ് ആ ഹേതു സവ്യഭിചാരമായത്. ഉന്നയിച്ച ഹേതുവിന്റെ അതിവ്യാപ്തിയാണ് അത് സവ്യഭിചാരിയാവാൻ കാരണം. അത് പരിഹരിക്കാൻ സാമാന്യം സർവഗതമാണ്. സർവഗതം എല്ലായിടത്തും ഉള്ളത്. സാമാന്യം സർവഗതമാണ്. ശബ്ദം അങ്ങനെയല്ല. അസർവഗതമായ ശബ്ദം ഐന്ദ്രിയകത്വം കൊണ്ട് അനിത്യമാണ് എന്ന് പ്രതിജ്ഞ പുതുക്കുന്നു. ശബ്ദം ഐന്ദ്രിയകത്വം കൊണ്ട് അനിത്യമാണ് എന്ന് നേരത്തെ ചെയ്ത പ്രതിജ്ഞ പുതുക്കി അതിനൊന്ന് പരിഷ്കരിച്ചു, അതിന്റെ വ്യാപ്തി ചുരുക്കി, അതിവ്യാപ്തി കളഞ്ഞ് എടുക്കാൻ വേണ്ടി അതിനെ പുതുക്കി. അസർവഗതമായ ശബ്ദം, ജാതി സർവഗതമാണ്, ആ ജാതി ഒഴിവാക്കാൻ വേണ്ടി അസർവഗതമായ ശബ്ദം എന്ന് വിശേഷണം ചേർത്ത് പറഞ്ഞു. അസർവഗതമായ ശബ്ദം ഐന്ദ്രിയകത്വം കൊണ്ട് അനിത്യമാണ് എന്ന പ്രതിജ്ഞ പുതുക്കുന്നു. ഇത് ആദ്യത്തെ പ്രതിജ്ഞയെ സ്ഥാപിക്കുന്നില്ല. ആ പ്രതിജ്ഞ പരാജയപ്പെട്ടത് തന്നെ. വേറെ പ്രതിജ്ഞ ചെയ്ത് പ്രതിജ്ഞയെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. വേറെ പ്രതിജ്ഞ ചെയ്താൽ ആദ്യത്തെ പ്രതിജ്ഞ
തള്ളപ്പെട്ടു എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ പ്രതിജ്ഞയെ പ്രതിജ്ഞ കൊണ്ട് രക്ഷിക്കാൻ കഴിയുകയില്ല, പ്രതിജ്ഞയെ പ്രതിജ്ഞ കൊണ്ട് സമർത്ഥിക്കാൻ കഴിയില്ല. ഹേതുവും ദൃഷ്ടാന്തവും കൊണ്ട് മാത്രമേ പ്രതിജ്ഞയെ സമർത്ഥിക്കാൻ കഴിയുള്ളൂ, വേറെ പ്രതിജ്ഞ കൊണ്ട് പറ്റില്ല. അസർവഗതമായ കുടം അനിത്യമാണ്, അതുപോലെ അസർവഗതമായ ശബ്ദവും എന്ന് ഇത് വേറെ പ്രതിജ്ഞയാവും. സാമാന്യത്തിൽ അതിവ്യാപ്തി വരാതിരിക്കാൻ അസർവഗതമായിരിക്കെ ഐന്ദ്രിയകമായതുകൊണ്ട് എന്ന് ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു. അതിവ്യാപ്തി വരും എന്ന മുൻപേ തന്നെ അറിഞ്ഞിട്ട് അതിവ്യാപ്തി ഒഴിവാക്കാനായിട്ട് സർവഗതമായ ജാതിയെ നേരത്തെ തന്നെ ഈ ഐന്ദ്രിയകം എന്ന വിവരണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിരുന്നു. അതെങ്ങനെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു? അസർവഗതമായിരിക്കെ ഐന്ദ്രിയകമായതുകൊണ്ട്. സർവഗതമായിരിക്കെ ഐന്ദ്രിയമായതാണ് ജാതി, അത് നിത്യമാണ്. അസർവഗതം ആയിരിക്കെ ഐന്ദ്രിയകമായത് അനിത്യമായിരിക്കും, കുടം പോലെ എന്ന് പറയാമായിരുന്നു. അസർവഗതത്വേ സതി ഐന്ദ്രിയകത്വാത് എന്ന് നേരത്തെ തന്നെ ഹേതു പറയേണ്ടതായിരുന്നു. അതിവ്യാപ്തി ഒഴിവാക്കിക്കൊണ്ട് ഹേതു പറയേണ്ടതായിരുന്നു. അങ്ങനെ പറയാതെ അതിവ്യാപ്തിയുള്ള ഹേതു പറഞ്ഞിട്ട് പിന്നെ പുതുക്കി പ്രതിജ്ഞ മാറ്റി പറഞ്ഞു. അങ്ങനെ പ്രതിജ്ഞാതാർത്ഥം പ്രതിഷേധിക്കപ്പെട്ടതിന് ശേഷം വേറെ ധർമ്മം സ്വീകരിച്ചു. ഈ ധർമ്മം ആദ്യം പറഞ്ഞതിലില്ല. അസർവഗതമായിരിക്കുക എന്ന ധർമ്മം മുമ്പ് പറഞ്ഞ ഹേതുവിൽ ഉണ്ടായിരുന്നില്ല, അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അങ്ങനെ വേറെ ധർമ്മം സ്വീകരിച്ച് പുതിയ പ്രതിജ്ഞ ഉന്നയിച്ചാൽ പ്രതിജ്ഞയെ സാധിക്കാൻ സാധനമല്ലാത്ത വേറെ പ്രതിജ്ഞ കൈക്കൊണ്ടതുകൊണ്ട് ഇത് പ്രതിജ്ഞാന്തരം, ഇത് വേറെ പ്രതിജ്ഞ ആണ്. ഇതാണ് പ്രതിജ്ഞാന്തരം എന്ന നിഗ്രഹസ്ഥാനം. ഇങ്ങനെ വാദി പരാജയപ്പെട്ടു. ഇനി ആ വാദിക്ക് നിൽക്കാൻ കഴിയില്ല, അത് തോറ്റു കഴിഞ്ഞു വാദത്തില്. മൂന്നാമത്തേത് പ്രതിജ്ഞാവിരോധം. പ്രതിജ്ഞയ്ക്കും ഹേതുവിനും തമ്മിൽ വിരോധം വരിക, അതാണ് പ്രതിജ്ഞാവിരോധം. പ്രതിജ്ഞാഹേത്വർ വിരോധ, പ്രതിജ്ഞാവിരോധ. പ്രതിജ്ഞാഹേത്വോഹോ, പ്രതിജ്ഞയ്ക്കും ഹേതുവിനും തമ്മിൽ, പ്രതിജ്ഞയ്ക്കും ഹേതുവിനും തമ്മിൽ വിരോധ, വിരോധം ഉണ്ടായിരിക്കുക എന്നത് പ്രതിജ്ഞാവിരോധ, പ്രതിജ്ഞാവിരോധം എന്ന നിഗ്രഹസ്ഥാനം. പ്രതിജ്ഞയ്ക്കും ഹേതുവിനും തമ്മിൽ വിരോധമുണ്ടായിരിക്കുക എന്നതാണ് പ്രതിജ്ഞാവിരോധം എന്ന നിഗ്രഹസ്ഥാനം. ഉദാഹരണം, ഗുണത്തിൽ നിന്ന് വേറെയാണ് ദ്രവ്യം എന്ന് പ്രതിജ്ഞ. വാദി അവതരിപ്പിക്കുന്ന പ്രതിജ്ഞ, ഗുണത്തിൽ നിന്ന് വേറെയാണ് ദ്രവ്യം. ഗുണം വേറെ ദ്രവ്യം വേറെ, ഇത് രണ്ടും ഒന്നല്ല. ഗുണത്തിൽ നിന്ന് വേറെയാണ് ദ്രവ്യം, ദ്രവ്യം ഗുണം വ്യതിരിക്തമാണ് എന്ന് പ്രതിജ്ഞ. അതിന് ഉന്നയിക്കുന്ന ഹേതു രൂപാദി ഗുണത്തിൽ നിന്ന് ഭിന്നമായ ഗുണാശ്രയം കാണായികയാൽ. രൂപാദി ഗുണത്തിൽ നിന്ന് ഭിന്നമായ ഗുണാശ്രയം കാണായികയാൽ എന്ന് ഹേതു ഉന്നയിക്കുന്നു. ഇവ തമ്മിൽ വിരുദ്ധമാണ്. ഗുണഭിന്നമാണ് ദ്രവ്യമെന്നാണ് പ്രതിജ്ഞ ചെയ്തത്. ഗുണഭിന്നമാണ് ദ്രവ്യമെങ്കിൽ ആ ദ്രവ്യം ഗുണാധാരമാകയാൽ രൂപാദി ഗുണത്തിൽ നിന്ന് വേറെയായി ഗുണാശ്രയം ഇല്ല എന്ന ഹേതു തെറ്റും. ദ്രവ്യമാണ് ഗുണങ്ങൾക്ക് ആശ്രയം. ഗുണങ്ങളും ക്രിയകളും എപ്പോഴും ദ്രവ്യത്തെ ആശ്രയിച്ചേ നിൽക്കൂ. ദ്രവ്യത്തെ ആശ്രയിച്ചല്ലാതെ ഒരു ഗുണത്തിനുണ്ടാവാൻ കഴിയില്ല, ക്രിയയ്ക്ക് ഉണ്ടാവാൻ കഴിയില്ല. ഗുണവും ക്രിയയും ദ്രവ്യാശ്രിതങ്ങളാണ്. ഇത് അംഗീകൃതമായ തത്വം.
ഇവിടെ ഗുണഭിന്നമായ ദ്രവ്യാശ്രയം കാണായികയാൽ, രൂപാദി ഗുണത്തിൽ നിന്ന് ഭിന്നമായ ഗുണാശ്രയം കാണായികയാൽ എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? രൂപം ഗുണമാണെന്ന് തോന്നുന്നു. രൂപം മുതലായ ഗുണത്തിൽ നിന്ന് വേറെയായിട്ട് ഗുണാശ്രയം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ദ്രവ്യമാണ് ഗുണാശ്രയം എന്ന പ്രതിജ്ഞ തെറ്റിയല്ലോ. ഇനി ദ്രവ്യമാണ് ഗുണം, ഗുണഭിന്നമാണ് ദ്രവ്യം, ആ ദ്രവ്യം ഗുണാധാരമാണ് എന്ന് പറയുമ്പോൾ രൂപാദി ഗുണത്തിൽ നിന്ന് വേറെയായി ഗുണാശ്രയം ഇല്ല എന്ന ഹേതു തെറ്റും. ഇങ്ങനെ ഈ ഹേതുവും പ്രതിജ്ഞയും തമ്മിൽ വിരോധം വരുന്നു. രൂപാദി വ്യതിരിക്തമായി ദ്രവ്യമില്ലെങ്കിൽ ദ്രവ്യം ഗുണത്തിൽ നിന്ന് വേറെയാണ് എന്ന പ്രതിജ്ഞ തെറ്റും. ഇങ്ങനെ പ്രതിജ്ഞയും ഹേതുവും പരസ്പരം ഹനിക്കുന്നു. പ്രതിജ്ഞ ഹേതു ഹനിക്കുന്നു, ഹേതുവിനെ പ്രതിജ്ഞയും ഹനിക്കുന്നു. ഇങ്ങനെ പരസ്പരം നശിപ്പിക്കുന്നു ഇത് രണ്ടും. ഇത് പ്രതിജ്ഞാ വിരോധം. പ്രതിജ്ഞാ സന്യാസ, പ്രതിജ്ഞയെ സന്യസിക്കുക. സമ്പൂർവമായ ന്യസ ധാതുവിന് ത്യാഗാർത്ഥമാണ്. ന്യസ് എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക എന്നർത്ഥം, ന്യസിക്കുക. സം എന്ന ഉപസർഗം ചേരുമ്പോൾ അതിന് ത്യജിക്കുക എന്നർത്ഥമാവും. സം ന്യസ് എന്ന സമ്പൂർവമായ ന്യസ ധാതുവിന് ത്യജിക്കുക എന്നർത്ഥം. പ്രതിജ്ഞാ സന്യാസ, പ്രതിജ്ഞയെ പരിത്യജിക്കൽ, താൻ ചെയ്ത പ്രതിജ്ഞയെ ഉപേക്ഷിക്കുക എന്നത് പ്രതിജ്ഞാ സന്യാസം. അതിൻ്റെ ലക്ഷണം പക്ഷപ്രതിഷേധേ, പ്രതിജ്ഞാതാർത്ഥ അപനയനം പ്രതിജ്ഞാ സന്യാസ. പക്ഷപ്രതിഷേധേ, പക്ഷം പ്രതിഷേധിക്കപ്പെടുമ്പോൾ പ്രതിജ്ഞാതാർത്ഥ അപനയനം, പ്രതിജ്ഞാതമായ അർത്ഥത്തെ അപനയിക്കുക, നീക്കിക്കളയുക, ഉപേക്ഷിക്കുക. ഇത് പ്രതിജ്ഞാ സന്യാസം. പക്ഷം പ്രതിഷേധിക്കപ്പെടുമ്പോൾ പ്രതിജ്ഞാതമായ അർത്ഥത്തെ അപനയിക്കുന്നത്, നീക്കിക്കളയുന്നത്, ഉപേക്ഷിക്കുന്നത് പ്രതിജ്ഞാസന്യാസം എന്ന നിഗ്രഹസ്ഥാനം. പ്രതിഷേധിക്കപ്പെടുമ്പോൾ പ്രതിജ്ഞാതത്തെ ഉപേക്ഷിക്കുന്നത് പ്രതിജ്ഞാ സന്യാസം എന്നർത്ഥം. ശബ്ദം ഐന്ദ്രിയകമാകയാൽ അനിത്യമാണ് എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ശബ്ദം ഐന്ദ്രിയകമായതുകൊണ്ട് അനിത്യമാണ് എന്ന് പ്രതിജ്ഞ. സാമാന്യം ഐന്ദ്രിയകമാണെങ്കിലും നിത്യമാണ്, അതുപോലെയാണ് ശബ്ദവും എന്ന് അനിത്യത്വത്തെ പ്രതിവാദി നിഷേധിക്കുന്നു. അപ്പോൾ വാദി താൻ ചെയ്ത പ്രതിജ്ഞ ഉപേക്ഷിക്കുന്നു. ശബ്ദം അനിത്യമാണെന്ന് ആര് പറഞ്ഞു? ഞാനും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഈ ശബ്ദം അനിത്യമാണ് എന്ന് ചെയ്ത പ്രതിജ്ഞയെ ഉപേക്ഷിക്കുന്നു. പ്രതിവാദി പറഞ്ഞതിനെ ಖಂಡಿച്ച് ഞാൻ പറഞ്ഞതാണ് ശരി, ശബ്ദം അനിത്യം തന്നെയാണ് എന്ന് സമർത്ഥിക്കാതെ ശബ്ദം നിത്യമാണ് എന്നതിനൊരു ഹേതു കാണിക്കുമ്പോൾ ശബ്ദം നിത്യമാണെന്ന് അംഗീകരിച്ച് ആ നിത്യമാണ് എന്ന് താൻ പറഞ്ഞ പ്രതിജ്ഞ ഉപേക്ഷിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അതിൽ നിന്ന് ഒഴിയുക. ഇങ്ങനെ വാദി സ്വപക്ഷത്തെ വെടിയുന്നതാണ് പ്രതിജ്ഞാ സന്യാസം എന്ന്. അഞ്ചാമത്തേത് ഹേത്വന്തരം. അവിശേഷോക്തേ ഹേതോ പ്രതിഷിദ്ധേ വിശേഷമിച്ഛതോ ഹേത്വന്തരം. അവിശേഷോക്തേ ഹേതൗ, അവിശേഷമായിട്ട് പറഞ്ഞ ഹേതുവിൽ, വിശേഷണം ചേർക്കാതെ പറഞ്ഞ ഹേതുവിൽ പ്രതിഷിദ്ധ, ആ ഹേതു പ്രതിഷേധിക്കപ്പെടുമ്പോൾ വിശേഷം ഇച്ഛതോ ഹേത്വന്തരം, അപ്പോൾ വിശേഷത്തെ ഇച്ഛിക്കുക. വിശേഷം കൂടാതെ ഹേതു പ്രയോഗിച്ചു, പ്രതിവാദി അതിനെ ഖണ്ഡിച്ചു,
അപ്പോൾ വാദി ഒരു വിശേഷണം ചേർക്കുന്നു. ഖണ്ഡനത്തിന് ശേഷമാണ്, അതിന് മുമ്പ് വിശേഷണം പറഞ്ഞില്ല. ഖണ്ഡിച്ചു കഴിഞ്ഞപ്പോൾ ഹേതുവിനെ വിശേഷണം ചേർത്ത് പറഞ്ഞ് രക്ഷിക്കാൻ നോക്കുക. ഇതാണ് ഹേതുന്തരം. അപ്പൊ ഹേതു മാറിപ്പോയല്ലോ. ഹേതുവിന്റെ ലക്ഷണം മാറി, ലക്ഷണം മാറിയെങ്കിൽ ലക്ഷ്യവും മാറി. അപ്പൊ പിന്നീട് പറയുന്ന ഹേതു വേറെയാണ്. ഈ പരിഷ്കരിച്ച ലക്ഷണത്തോടു കൂടിയ ഹേതു പരിഷ്കരിക്കാത്ത ലക്ഷണത്തോടുകൂടിയ ഹേതു തന്നെയാവാൻ തരവില്ലല്ലോ. അപ്പൊ അവിടെ ഹേതു മാറ്റി പറഞ്ഞു എന്നാണ് വരിക. ഇതാണ് ഹേത്വ അന്തരം എന്ന് പറയുന്നത്. വിശേഷോക്തേ ഹേതു പ്രതിസിദ്ധേ വിശേഷമിച്ഛതോ ഹേത്വന്തരം. ഇപ്പൊ ശബ്ദം അനിത്യമാണ്, ബാഹ്യേന്ദ്രിയ പ്രത്യക്ഷമായതുകൊണ്ട് എന്ന് ഹേതു ഉന്നയിക്കുന്നു. ശബ്ദം അനിത്യമാണ്, ബാഹ്യേന്ദ്രിയ പ്രത്യക്ഷം ആയതുകൊണ്ട് എന്ന് ഹേതു ഉന്നയിച്ചു. അപ്പോൾ പ്രതിവാദി അതിനെ ഖണ്ഡിക്കുന്നു. സാമാന്യത്തിൽ വ്യഭിചാരമുണ്ട് എന്ന് വാദി ഉന്നയിച്ച ഹേതുവിനെ പ്രതിഷേധിക്കുന്നു. സാമാന്യത്തിൽ വ്യഭിചാരമുണ്ട്. സാമാന്യം ബാഹ്യേന്ദ്രിയ പ്രത്യക്ഷമാണ്, പക്ഷേ അത് നിത്യമാണ്. അതുകൊണ്ട് ബാഹ്യേന്ദ്രിയ പ്രത്യക്ഷമായതുകൊണ്ട് എന്ന ഹേതു സാമാന്യത്തിൽ വ്യഭിചാരം ഉണ്ട് എന്ന് വാദിയുടെ ഹേതുവിനെ നിരസിക്കുന്നു. അപ്പോൾ വാദി എന്ത് ചെയ്യുന്നു? വാദി താൻ ഉന്നയിച്ച ഹേതുവിനെ പരിഷ്കരിക്കുന്നു. സാമാന്യവത്വത്തോടുകൂടി ബാഹ്യേന്ദ്രിയ പ്രത്യക്ഷം ഉള്ളതുകൊണ്ട് സാമാന്യവത്വം എന്ന ഒരു വിശേഷണവും കൂടി ചേർത്തു. സാമാന്യവത്വേ സതി ബാഹ്യേന്ദ്രിയ പ്രത്യക്ഷത്വാത്. സാമാന്യവത്വം ഉള്ളപ്പോൾ ബാഹ്യേന്ദ്രിയ പ്രത്യക്ഷത്വവും കൂടി ഉള്ളത് കൊണ്ട് ശബ്ദം അനിത്യമാണ് എന്ന് പറഞ്ഞു. സാമാന്യവത്വം എന്ന് വെച്ചാൽ സാമാന്യത്തോട് കൂടിയത്. വധുബ് മധുബ് ഈ രണ്ട് പ്രത്യയങ്ങളും അതുള്ളത് അല്ലെങ്കിൽ അതുള്ളവൻ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കും. അതോട് കൂടിയത്. ഇവിടെ സാമാന്യവത്, സാമാന്യത്തോട് വധുബ് പ്രത്യയം ചേർത്ത് സാമാന്യവത്, സാമാന്യത്തോട് കൂടിയത്. ഏതാണോ സാമാന്യത്തോട് കൂടിയത് അത് സാമാന്യമാവില്ലല്ലോ. സാമാന്യത്തോട് കൂടിയതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സാമാന്യത്തോട് കൂടിയത് എന്ന് പറഞ്ഞാൽ അത് സാമാന്യമല്ല എന്ന് ശ്രദ്ധിച്ചു. അതിന് സാമാന്യം ഉണ്ട്, അത് സാമാന്യവത്താണ് എന്ന് പറഞ്ഞു. അങ്ങനെ സാമാന്യത്തിലെ അതിവ്യാപ്തിയെ അനവസരത്തിൽ വാരണം ചെയ്തു. മുമ്പേ ചെയ്യേണ്ടതായിരുന്നു, ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. ഖണ്ഡനം കഴിഞ്ഞപ്പോൾ അതിവ്യാപ്തിയെ വാരണം ചെയ്യാനായിട്ട് ഒരു വിശേഷണം സ്വീകരിക്കുന്നു. സാമാന്യവത്വത്തോടു കൂടി ബാഹ്യേന്ദ്രിയ പ്രത്യക്ഷത്വം ഉള്ളതുകൊണ്ട് എന്ന്. അങ്ങനെ സാമാന്യത്തിൽ നിന്ന് ബാഹ്യേന്ദ്രിയ പ്രത്യക്ഷത്തെ വ്യാവർത്തിപ്പിച്ച് ഹേതുവെ വ്യഭിചാരം നീക്കി സദ്ഹേതുവാക്കാൻ ശ്രമിക്കുന്നു. സാമാന്യവത്ത എന്ന് പറഞ്ഞപ്പോൾ അത് സാമാന്യമല്ല. അപ്പൊ സാമാന്യത്തിൽ നിന്ന് വ്യാവർത്തിപ്പിച്ചു, സാമാന്യത്തിൽ നിന്ന് വേറെയാക്കി. ഇങ്ങനെ സാമാന്യത്തിൽ നിന്ന് താൻ സാമാന്യത്തെ ഉൾപ്പെടുത്തി പറഞ്ഞ ഹേതുവിനെ ഖണ്ഡനത്തിന് ശേഷം, പ്രതിഷേധിക്കപ്പെട്ടതിന് ശേഷം വ്യാവർത്തിപ്പിച്ച് താൻ പ്രയോഗിച്ച ദുഷ്ടഹേതുവിനെ സദ്ഹേതുവാക്കാൻ പരിശ്രമിക്കുന്നു. അപ്പോൾ ഹേതു മാറിപ്പോയല്ലോ. ഹേതുവിന്റെ ധർമ്മം മാറി, ഇപ്പൊ ധർമ്മിയായ ഹേതുവും മാറി. അപ്പൊ ആദ്യത്തെ ഹേതു മാറ്റി വേറെ ഹേതു പറയുന്നതിന് തുല്യമാണ്. ഇതാണ് ഹേത്വന്തരം എന്ന് പറയുന്ന നിഗ്രഹസ്ഥാനം. ഇങ്ങനെ ഹേതു മാറ്റി പറഞ്ഞാൽ അവിടെയും വാദി പരാജയപ്പെട്ടു. അർത്ഥാന്തരം, അർത്ഥാന്തരം വേറെ അർത്ഥം. പ്രകൃതാത് അർത്ഥാത്, പ്രതിസംബന്ധ അർത്ഥം അർത്ഥാന്തരം. പ്രകൃതാത് അർത്ഥാത്, പ്രകൃതമായ പറയപ്പെട്ട അർത്ഥത്തിൽ നിന്ന് അപ്രതിസംബദ്ധ അർത്ഥം
സംബന്ധമില്ലാത്ത അർത്ഥം പറയുന്നത് അർത്ഥാന്തരം. അർത്ഥാന്തരം എന്ന നിഗ്രഹസ്ഥാനം. അപ്പൊ ഹേതു പ്രയോഗിച്ചു കഴിഞ്ഞിട്ട് അതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത, പറഞ്ഞിട്ട് ഒരാവശ്യമില്ലാത്ത അർത്ഥം പറയുകയാണ്. ഒരു ഹേതു പ്രയോഗിച്ചിട്ട് ഹിനോദേ സ്വൻപ്രത്യയ എന്ന് ഹേതു എന്ന പദത്തിന്റെ വ്യുത്പത്തി പറയുക. ഒരു വാദം ഉന്നയിക്കുന്നിടത്ത് ഹേതുവിന്റെ വ്യുത്പത്തി പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്തത് ഉന്നയിക്കുക, ഇതാണ് അർത്ഥാന്തരം എന്ന നിഗ്രഹസ്ഥാനം. ഇവിടെ നിർത്താം. സോമേട്ട, ചോദ്യങ്ങൾക്ക് സമയമുണ്ടോ?